നോക്കി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ അതിൻ്റെ അടിയിൽ NB ഞാൻ കൃത്യമായിട്ട് എഴുതി. കാരണം ഈ ഹോട്ടൽ ഓണർ ഹിന്ദു തന്നെയാണ്, ഹിന്ദു തന്നെയാണ്. കാരണം അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യപ്പെടും, ഇതര മതസ്ഥർ അറ്റാക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ചീത്ത വിളിക്കുന്ന ഹിന്ദുക്കൾ തന്നെയായിരിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിൽ തന്നെ എനിക്ക് വളരെ അത്ഭുതം, അതിലെന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തെ അല്ലല്ലോ. വെടിവഴിപാടുന്നൊരു സിനിമ വന്നപ്പോൾ ഇവിടെ ആരും പ്രതികരിച്ചില്ല. അതും നമ്മുടെ ആറ്റുകാൽ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതാണ് ഇവിടെ നടക്കുന്നത്. ചേട്ടാ പണ്ടൊരു സിനിമയിൽ ചേട്ടന് ഓർമ്മയുണ്ടോ, നരസിംഹം എന്ന സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട് ഗുരുവായൂരാണെങ്കിൽ റെയ്ഡ് ഉണ്ടാവില്ല എന്ന്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം അന്നും അദ്ദേഹത്തെ ആരും അറ്റാക്ക് ചെയ്തില്ല. അങ്ങനെയുണ്ട്. അല്ല, ഇതിനകത്ത് വേറെ കാര്യം പറയും. ഇപ്പൊ അനിൽ ചോദിച്ചില്ലേ പൂച്ചക്കാര് മണി കെട്ടും, അത് എൻ്റെ ഒരു സിനിമയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ടേ പറയാണ്. ഇത് മണി കെട്ടാൻ ആർക്ക പറ്റുന്നത് കേന്ദ്രത്തിനാണ്. നമുക്ക് ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട്. ആ കണ്ടന്റ് ഞാനിപ്പോ ഒരു പാട്ടെടുത്ത് ഇതിനകത്ത് ഇടുകയാണ്, തീർച്ചയായിട്ടും കോപ്പി റൈറ്റ് ആണെങ്കിൽ ആ സെക്കൻഡിൽ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആ നിമിഷം അത് വരും എന്ന് പറഞ്ഞാൽ ഇത്തരം കണ്ടന്റുകൾ ബ്രേക്ക് ചെയ്യാനായിട്ട് കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നാൽ മതി. തീർച്ചയായിട്ടും. ഇത് നമുക്ക് കുട്ടി നോക്ക്, ഇന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരിലും മൊബൈലുണ്ട്. ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. 4 വയസ്സുള്ള ഒരു പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് കാണുന്ന വീഡിയോ അഡൽട്സ് ഓൺലി. അവിടുത്തെ ക്യാമറയിലാണ് അത് വന്നിരിക്കുന്നത്. കുട്ടിയുടെ മുഖം കൊണ്ട് അവർ കാണിക്കുന്നില്ല. ഇത് അവർക്ക് MLA-മാര് കാണുന്നത് MLA-മാര് കാണുന്നത് നിയമസഭയിലല്ല, പുറത്തുള്ള നിയമസഭയിൽ. ശരിക്കും പറഞ്ഞാൽ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ശരിക്കും നമ്മളിൽ തന്നെ തുടങ്ങണം, നമ്മുടെ ഫാമിലിയിൽ തന്നെ തുടങ്ങണം. സാർ പറഞ്ഞ പോലെ 4 വയസ്സുള്ള കുഞ്ഞിപ്പോ മൊബൈൽ കാണുന്നു എന്ന് പറയും. ഫാമിലിക്ക് എവിടെ സമയം? അവർക്ക് സീരിയൽ കാരണം അച്ഛനും അമ്മയും ഫുൾ ടൈം മൊബൈൽ. അവന്റെ വീട്ടിൽ കാണുന്നത് എന്താണ്? അച്ഛൻ ഫുൾ ടൈം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആയിട്ട് സംസാരിച്ചിട്ട് കാണുന്നവരെ അച്ഛനെ വിളിക്കുന്നു, അമ്മയ്ക്ക് വിളിക്കുന്നു. ആ രീതിയിലുള്ള സംസ്കാരം അച്ഛൻ്റെ കാണുന്നുണ്ട്. അമ്മയാണെങ്കിൽ റീൽസ് വിട്ട് നടക്കാണ്. കുട്ടിക്ക് എന്ത് പഠിക്കുന്നു? അല്ലെങ്കിൽ കാണുന്നത്, കുട്ടി കാണുന്നത് ഫുള്ള് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള. അഞ്ചു പണ്ടൊക്കെ ഈ ഇഫക്റ്റീവായുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നു അല്ലേ? ഇപ്പൊ രാത്രി അത്താഴം നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കും അല്ലെ? ആ സമയത്താണ് ചർച്ച ചെയ്യുന്ന ആ സമയത്താണ്. അങ്ങനെ പരിമിതമായിട്ടുള്ള രീതിയിലെങ്കിലും അങ്ങനെ ഒരു ആശയവിനിമയം നടന്നു. ഇന്ന് അതില്ലല്ലോ. എല്ലാവരും സ്മാർട്ട് ഫോണിൽ എവിടെ നോക്കിയാലും, ഇപ്പം റെയിൽവേ സ്റ്റേഷനുകളാവട്ടെ, എയർപോർട്ട് ആവട്ടെ, എവിടെയാണെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന മലയാളിയല്ലേ കണ്ടിട്ടുള്ളൂ. ഒരു കൊലപാതകം നടന്നാൽ പോലും അറിയില്ല. പണ്ട് ശൗചാലയം വീട്ടിന്റെ പുറത്തും ആഹാരം അകത്തുമായിരുന്നു. ഇപ്പൊ വീട്ടിനകത്താണല്ലോ ശൗചാലയങ്ങളൊക്കെ, ബെഡ്റൂമിനോട് ചേർന്ന് ആഹാരം പുറത്തുമായി. ആ കൾച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. കാലിലിടുന്ന ചെരുപ്പ് AC റൂമിലും കഴിക്കുന്ന ഫുഡ് മെയിൻ റോഡിലുമാണ്. എത്രത്തോളം മാരകമായ രോഗങ്ങളാണ് നമ്മുടെ. ഇപ്പം മുകേഷിൻ്റെ തന്നെ ചാനലുകൾ ചിലതൊക്കെ ഞാൻ ഫുഡിൻ്റെ ഒക്കെ അത് ആരെയും ദോഷം ചെയ്യുന്നില്ല. നല്ല ഹോട്ടൽ ഏതാണ്, നല്ല ലൊക്കേഷൻ, അത് കാണിച്ചോട്ടെ. ഇതുപോലെയുള്ള വൾഗർ ഇത് കാണിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യം ഈ ഹോട്ടലിൽ അടച്ചു പൂട്ടിയിട്ട് ഇത് കേസ് കഴിയുന്നവരെ തുറക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ ഇത് ഗുരുവായൂരത്തെ മൊത്തം ഹോട്ടലുകാർക്ക് നാണക്കേടാണ്. കാരണം ആ ഗുരുവായൂരുള്ള എല്ലാ ഹോട്ടലും ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കുകയാണ് അല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ എല്ലാ ഹോട്ടലും അപ്പോൾ ഇതുപോലെ ആയിരിക്കും എന്ന് തോന്നില്ല. അതുകൊണ്ട് ഇത് കേസെടുക്കണം. ആഭ്യന്തരമന്ത്രി കേൾക്കാൻ വേണ്ടി തന്നെ പറയണം, ഇത് കേസെടുക്കണം. അതുവരെ ഇത് പൂട്ടിയിടണം. ബാക്കി കോടതി തീരുമാനിക്കട്ടെ. നാളെ അയാൾ വന്നൊരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല ഇത്. ഇതൊരു തുടക്കം. ഇത് ഞാൻ കരുക്കൾ നീക്കലാണ് ഇതിൻ്റെ പിന്നിൽ, യാതൊരു സംശയമില്ല. അത് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടൊരു നടപടി വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിന്ദു എന്നും ഇതുപോലെ 2 ദിവസം ചർച്ച ചെയ്യും. അടുത്ത ടോപ്പിക്ക് വേറെ നമുക്ക് നാളെ കിട്ടുന്നു. അതാണ് വേറൊരു ഇതെന്ന് പറയുന്നത്. നാളെ മറ്റൊരു ടോപ്പിക്ക് ഹിന്ദുവിന് സംസാരിക്കാൻ കിട്ടുന്നു. ഇവിടെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, കാശ്മീരി ഫയൽസ് സിനിമ കണ്ടവരൊന്ന് കൈ പൊക്കാൻ പറഞ്ഞിട്ട് ഒറ്റ ഹിന്ദു സ്ഥലത്താണ് ഞാൻ പോയത് കേട്ടോ. ഒരൊറ്റ മനുഷ്യൻ കൈ പൊക്കിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ ദുരന്തരം കണ്ടവർ എത്ര പേര്? ഓൾറെഡി വർഗീയവാദിയാണ്. എന്താ നമ്മളും ഒരു വർഗത്തിൽപ്പെട്ടവരാണ്. ശരിയാണ്. പറഞ്ഞുകൂടാ.